രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിശ്വംഭരൻ കടവല്ലൂർ അധ്യക്ഷത വഹിച്ചു. സ്വപ്ന രാമചന്ദ്രൻ, സത്താർ ആദൂർ, മഹേഷ് തിപ്പലശ്ശേരി, സുനീഷ് PS, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, നിഷാദ് എരുമപ്പെട്ടി, ഷറഫുദ്ദീൻ, യേശുദാസ് PP, ജമാൽ കരിക്കാട്, സജീവ് ചാത്തനാത്ത്, സ്മിത മുരളി, സലാം വലിയകത്ത്, കബീർ എരുമപ്പെട്ടി, ജോസ് അവലക്കേങ്കിൽ എന്നിവർ പ്രസംഗിച്ചു. ശുചിത്വ റാങ്ക് പട്ടികയിൽ മുന്നിലെത്തിച്ചവർക്ക് ആദരം. ദേശീയ ശുചിത്വ റാങ്കിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുന്നതിന് പരിശ്രമിച്ചവരെ നഗരസഭ ആദരിച്ചു. നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന സ്നേഹാദര സംഗമം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ പ്രേരകന്മാർ, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് അനുമോദന പത്രം നൽകി. MBBSന് അഡ്മിഷൻ ലഭിച്ച ശുചീകരണ വിഭാഗം തൊഴിലാളി സുനിതയുടെ മകൾ അപർണയെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ജോലിക്കിടയിൽ റോഡിൽ നിന്നും ലഭിച്ച പണമടങ്ങിയ ബാഗ് അധികൃതരെ ഏൽപ്പിച്ച നഗരസഭാ സാനിറ്റേഷൻ വർക്കർ സിന്ധു ജെയിനെ പൊന്നാട അണിയിച്ചു. വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം കാര്യസമിതി അധ്യക്ഷന്മാരായ AM ഷെഫീർ, AS മനോജ്, ശൈലജ സുധൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ദേശീയ തലത്തിൽ 82ാം റാങ്കാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. 2019 ഡിസംബറിൽ ഏതാനും കുന്നംകുളം അവിടെയുള്ള ആൾക്കാരെ ഓർത്തഡോക്സുകാരായിട്ട് ആലോചിച്ച് നമുക്കൊരു ചെറിയൊരു അസോസിയേഷൻ ഇവിടെ സ്ഥാപിക്കാം, UAE സ്ഥാപിക്കാം, ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആലോചനയോട് കൂട്ടാണ് ഡിസംബറിൽ തീരുമാനിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ. അങ്ങനെ അന്ന് നമ്മുടെ കാലം ചെയ്ത ബാവതിരുമേനെ വിളിച്ചു. ബാവതിരുമേനോട് വിവരം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് കോവിഡ് സമയമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷം, നിങ്ങൾ ഷോർട്ട് ഫോം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കോപ്പ, കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ, കോപ്പ എന്നായിരുന്നു. തിരുമേനൊന്ന് ചിരിച്ചു. കൊള്ളാവലോടാ അതിൻ്റെ കോപ്പ,
എന്തായാലും ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ തിരുമേനി അതിന്റെ പാറ്റേൺ ആവണം, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു. സമ്മതിച്ചു. അപ്പൊ നമുക്ക് ഈ ഓൺലൈനിലെ മീറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ തിരുമേനി ഇങ്ങനെ ഓൺലൈനിലെ മീറ്റിംഗ് നടത്തുന്നത് എങ്ങനെയാ തിരുമേനിക്കുള്ള സൗകര്യം എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി അതൊന്നും വിഷമിക്കേണ്ട, അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ എനിക്കുണ്ട്. ഈ ഒരു അസോസിയേഷൻ രൂപം ചെയ്തു. ഇന്ന് ഈ അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 600ഓളം മെമ്പേഴ്സ് ഓൾറെഡി ഉണ്ട്. അത് UK-ലുണ്ട്, അമേരിക്കയിലുണ്ട്, ഒക്കെ നമ്മുടെ കുന്നോളം പ്രവാസികൾ തന്നെയാണ്. ഓസ്ട്രേലിയയിലുണ്ട്. ഇപ്പൊ പല മീറ്റിങ്ങുകൾ ഞങ്ങൾ നടത്തുമ്പോൾ അവിടുത്തെ 8:30 മണി 9 മണിക്ക് ആയിരിക്കും ഓൺലൈനിൽ നടത്തുമ്പോൾ 5 മണിക്കൂർ മുന്നെയാണ്. അപ്പോൾ രാത്രി 1 മണിയൊക്കെ ആയാലും ഓസ്ട്രേലിയയിലെ ആൾക്കാർ ആ ഓൺലൈനിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളെല്ലാം വളരെ സഹകരണത്തോടു കൂടി പോകുന്ന ഒരു അസോസിയേഷനാണ്. ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ചെയ്യുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഞങ്ങൾക്ക് തോന്നുന്നത് മാത്രമേ ചെയ്യുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ അറിയാമായിരിക്കും, ഒരു ഫാത്തിമ ബിൻസി എന്ന് പറഞ്ഞൊരു കുട്ടി, വേറൊരു കുട്ടി, അതായത് അംഗവൈകല്യമായിട്ടുള്ള ഒരു കുട്ടീനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, സ്കൂളിൽ കൊണ്ടുപോകുന്നതും അവിടെ ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം കാലുകൊണ്ട് സാധ്യമില്ലാത്ത എല്ലാ പേപ്പറിലും നമ്മൾ TV-ലൊക്കെ വന്നാണ്. ആ കുഞ്ഞിന്റെ ഇത് അറിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ വർഷത്തെ അവാർഡ് ആ കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആദ്യം നമ്മുടെ അരമനയിൽ വെച്ചിട്ട് അന്നത്തെ. അപ്പൊ ഞങ്ങളുടെ ഈ അവാർഡ് തുക എന്ന് പറഞ്ഞാൽ 50,000 രൂപ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. മറ്റുള്ള എല്ലാവരും അത് കുറയ്ക്കുക. ഞങ്ങൾ NRI-ക്കാരാണ്, 50,000 നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും എല്ലാ വർഷവും 50,000 എന്നുള്ളത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ആദ്യത്തെ വർഷം ആ കുട്ടിക്കാണ് കൊടുത്തത്. കുന്നംകുളം ദേശത്ത് സ്തുത്യർഹമായ രീതിയിൽ ഓരോ ചെറു വാർത്തയും വലിയ വാർത്തയായി നൽകുന്ന എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളിൽ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് ഇതിന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പിതൃസ്മൃതി എന്ന ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത് നമ്മുടെ കുന്നംകുളം ദേശത്തുള്ള പ്രിയപ്പെട്ടവർ, വിദേശത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോപ എന്ന് പറയുന്ന കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ എന്ന സംഘം രൂപീകരിച്ച് സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ഗോപിനാഥ് മുതുകാടിനെ ഒരു അവാർഡ് തക്കവണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഭദ്രാസനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു കർമ്മമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സൈമറ്റൻ പറഞ്ഞതുപോലെ 600-ൽ പരം അംഗങ്ങളുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ അംഗങ്ങൾ. പ്രത്യേകിച്ച് അവരുടെ ജോലി സംബന്ധമായും അതുപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടുന്ന സഹായം നൽകുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആളുകൾ ഇപ്പൊ ഇവിടുന്ന് പലരും ജോലി ഇല്ലാതെയാണ് അവിടേക്ക് വരിക. അപ്പൊ അവർക്ക് ആരും പരിചയമില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ആരെയും അവർക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് റെഫറൻസ് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടും. അപ്പൊ നമ്മൾ അവിടെ ജോലി സാധ്യതയുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, പല ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അവരുടെ ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അവരായിട്ട് അതിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടുന്ന ജോലി സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ അക്കോമഡേഷൻ, അതൊരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ആ രീതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോ എന്തെങ്കിലും മരണമോ അവരെ കുടുംബത്തിൽ അങ്ങനെ വരുന്ന അവരെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 4,59,66,000 രൂപ ലഭിച്ചു. പിൻവലിച്ച 2,000 രൂപയുടെ 31, 1,000 രൂപയുടെ 3, 500-ന്റെ 71 കറൻസി ലഭിച്ചു. കനറ ബാങ്ക് ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഭണ്ഡാരത്തിന് പുറമെ കിഴക്കേനട SBI ഈ ഭണ്ഡാരം വഴി 3,86,416 രൂപയും, കിഴക്കേനട പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ഭണ്ഡാരം വഴി 11,450 രൂപയും, പടിഞ്ഞാറേ നടയിലെ UBI ഈ ഭണ്ഡാരം വഴി 1,51,758 രൂപയും, ഇന്ത്യൻ ബാങ്ക് ഈ ഭണ്ഡാരം വഴി 52,709 രൂപയും, ICICI ഈ ഭണ്ഡാരം വഴി 1,33,153 രൂപയും ലഭിച്ചു. കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ് ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകി പ്രതിഷേധവും മുന്നറിയിപ്പും നൽകി. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളാണ് സ്റ്റോപ്പിൽ നിർത്താതെയും യാത്രക്കാർ ഇറങ്ങാനുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിന് കുറച്ചു ദൂരെ നിർത്തി യാത്രക്കാരെ ഇറക്കിയും പോകുന്നത്. സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്ന ബസ്സുകളുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കുന്നംകുളം പോലീസിനെ കൈമാറിയിരുന്നു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി.
കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്താതെ പോയ 2 ബസ്സുകൾ തടഞ്ഞ് സമീപത്തെ ഹോട്ടലിൽ നിന്നും ചൂടുള്ള കട്ടൻ ചായ വാങ്ങി നൽകിയാണ് പ്രതിഷേധം അറിയിച്ചത്. PTA വൈസ് പ്രസിഡന്റ് സുദീപ്, കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് കടവല്ലൂർ, വിശ്വംഭരൻ, പൊതുപ്രവർത്തകരായ ഹസൻ, ശ്രീരാഗ്, വാസു, മുസ്തഫ തുടങ്ങിയവരും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എത്തിയാണ് പ്രതിഷേധം അറിയിച്ചത്. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചു. ജനാധിപത്യ രാജ്യത്ത് ഏകാധിപത്യ രീതിയിൽ കമ്മീഷൻ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രതിഷേധിച്ച് പ്രധാന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ചോദിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചത്. പാറയമ്പാടം തപാൽ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം പ്രസിഡന്റ് AA അനീസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ കത്തയക്കലിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, KK രതീഷ്, VV ബാലചന്ദ്രൻ, KA ജ്യോതിഷ്, തമ്പി മാസ്റ്റർ, പ്രവീൺ കുമാർ, രേഖ ജയരാമൻ, ശ്രേയ, ജലിൻ ഗ്രിഗറി എന്നിവർ പങ്കെടുത്തു. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ പൊതുയോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സ്കൂൾ മാനേജർ ബഷീർ ഹാജി യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA സാദിഖ് അധ്യക്ഷനായി. 2024-25 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. PTA ഭാരവാഹികളായി അഷ്കർ പട്ടിക്കരയെ പ്രസിഡന്റായും, PA സാദിഖിനെ വൈസ് പ്രസിഡന്റായും, അനുഷ ഷാഫറിനെ മദർ PTA പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ചുവന്നൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫാദർ ബാബു ചേലപ്പാടൻ അനുസ്മരണ പൊതിച്ചോർ വിതരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചുവന്നൂർ പള്ളി വികാരി ഫാദർ തോമസ് ചൂണ്ടൽ നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ്, ഫെറോന ഭാരവാഹി ഡോക്ടർ ജോൺസൺ ആളൂർ, ഇടവക കൈക്കാരൻ ഡില്ലൻ മുരിങ്ങാത്തേരി, യൂണിറ്റ് പ്രസിഡന്റ് ഡിൽജോ തരകൻ എന്നിവർ സംസാരിച്ചു. ഫെറോന ഭാരവാഹി ജോഫി ജോസ്, സെക്രട്ടറി EP ജസ്റ്റിസ് TO തോമസ്, ഡെയ്സി ഷാജു, PV ജോജി, PD ഷിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദി കുന്നംകുളം ഉപജില്ലയുടെ പ്രവർത്തനോദ്ഘാടനവും സെമിനാറും ബദനി സെന്റ് ജോൺസ് സ്കൂളിൽ നടന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബിജു C ബേബി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം AEO A മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഗിന്നസ് സത്താർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രശസ്ത മോട്ടിവേറ്ററും സാഹിത്യചിന്തകനും അധ്യാപകനുമായ ബിനോജ് മാസ്റ്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ അവതരണം നടന്നു. കുന്നംകുളം HM ഫോറം കൺവീനർ PC റെജിമോൻ, BRC ചൊവ്വന്നൂർ BPC അനീഷ് ലോറൻസ്, ബദനി സെന്റ് ജോൺസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ്, കുന്നംകുളം ഉപജില്ലാ വിദ്യാരംഗം കൺവീനർ KH റെജീന, ജില്ലാ പ്രതിനിധി VJ പ്രിയ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുന്നംകുളം ജില്ലയിലെ വിദ്യാരംഗത്തിന്റെ സ്കൂൾ കൺവീനർമാരും സന്നിഹിതരായിരുന്നു. തകർന്ന തരിപ്പണമായി പാരീസ് ചൊവ്വല്ലൂർ റോഡ്. തിരിഞ്ഞു നോക്കാതെ അധികാരികൾ. കണ്ടാണിശ്ശേരി പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത വിധം വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് റോഡിന്റെ നവീകരണത്തിനായി 1 കോടി രൂപ അനുവദിച്ചത്. വർഷങ്ങളോളം റോഡിന്റെ കരാർ ഏറ്റെടുക്കാൻ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. പിന്നീട് ഇടുക്കി സ്വദേശി കരാർ ഏറ്റെടുക്കുകയും പാരീസിലെ കലിങ്കിന്റെയും കാനയുടെയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അനുവദിച്ച തുക കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാവില്ലെന്ന് വന്നതോടെ കരാറുകാരൻ ജോലി ഉപേക്ഷിച്ച് സ്ഥലം വിടുകയായിരുന്നു. കാലങ്ങളായി ടാറിങ്ങോ മറ്റ് അറ്റകുറ്റപ്പണികളോ നടന്നിട്ടില്ലാത്തതിനാൽ റോഡ് തന്നെ ഇല്ലാതായ സ്ഥിതിയാണ് പല ഭാഗത്തുമുള്ളത്. നിരവധി തവണ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളോട് പ്രദേശവാസികൾ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് പരാതി പറഞ്ഞുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രദേശവാസികൾ ഒന്നിച്ച് പ്രതിഷേധവും പഞ്ചായത്ത് ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. പ്രസിദ്ധമായ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡാണ് ഈ വിധം തകർന്നു കിടക്കുന്നത്.
രാവിലെയും വൈകിട്ടും പിഞ്ചുകുട്ടികളുമായി നിരവധി സ്കൂൾ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. മഴ പെയ്യുന്ന സമയങ്ങളിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ചെറിയ കുളങ്ങൾ രൂപപ്പെടുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. നൂറുകണക്കിന് വീടുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പ്രധാന റോഡിന്റെ അവസ്ഥ ഈ നിലയിലായി വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭരണാധികാരികൾ തുടരുന്ന നിസ്സംഗതയിൽ കടുത്ത അമർഷത്തിലാണ് പ്രദേശവാസികൾ. റീബിൽഡ് കേരള പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തിയാണ് പാരീസ് ചൊവ്വല്ലൂർ റോഡിൻ്റേത്. നിലവിൽ പുതിയ കരാർ കമ്പനി നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും എസ്റ്റിമേറ്റ് തുകയുടെ 30% കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഇത് അംഗീകരിച്ചാൽ ഉടൻ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC സെക്രട്ടറി KC ബാബു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. രാധാകൃഷ്ണൻ മാസ്റ്റർ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, MS മണികണ്ഠൻ, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, രമേശ്, ബാലചന്ദ്രൻ പൊർക്കുളം, രാജൻ അണ്ണേടത്ത്, ജയൻ മാസ്റ്റർ, പ്രവീൺ, സാംസങ് മാസ്റ്റർ, ബിജു ജോബ്, റെജി മാസ്റ്റർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. ചാവക്കാട് ടൗണിൽ ടോറസ് ലോറി ഇടിച്ച അപകടം, സൈക്കിൾ യാത്രികന് പരിക്ക്. തെക്കഞ്ചേരി താഴെ കൊമ്പൻകട്ടിൽ 62 വയസ്സുള്ള അസീസിനാണ് പരിക്കേറ്റത്. ഇന്ന് ഉച്ചയ്ക്ക് 1:20 സംഭവം. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് വരികയായിരുന്ന സൈക്കിളിൽ ടോറസ് ലോറി ഇടിച്ച് സൈക്കിൾ ടോറസിനടിയിൽപ്പെട്ടു. അപകടത്തിൽ അസീസിന് സാരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അസീസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചാവക്കാട് ടൗണിൽ അപകടം പതിവായിരിക്കുകയാണ്. മുൻപ് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ട്രാഫിക്കിലെ അപാകതയാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃശൂർ കോൾ മേഖലയിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിതല ചർച്ച നടന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ റവന്യൂ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടന്നത്. മന്ത്രിമാരായ K രാജൻ, KN ബാലഗോപാൽ, GR അനിൽ, P പ്രസാദ്, ഡോക്ടർ R ബിന്ദു, കൃഷി ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, തൃശൂർ സബ് കളക്ടർ അഖിൽ V മേനോൻ, കൃഷി, ഇറിഗേഷൻ, KICB, KLDC എന്നീ വകുപ്പുകളുടെ മേധാവികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. കോൾ കർഷക സംഘം പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA, സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, മറ്റു ഭാരവാഹികളായ KK രാജേന്ദ്രബാബു, PR വർഗീസ് മാസ്റ്റർ, ഗോപിനാഥൻ കോളങ്ങാട്ട്, NS അയൂബ്, അഡ്വക്കേറ്റ് VT സുരേഷ് കുമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുക, സംഭരിച്ച നെല്ലിന്റെ വില ഉടനെ നെൽകർഷകർക്ക് വിതരണം ചെയ്യുക, വിള ഇൻഷുറൻസ്, കാലാവസ്ഥ വ്യതിയാന ഇൻഷുറൻസ് ഉടനെ വിതരണം ചെയ്യുക, കനാലുകളിലെ നീരൊഴുക്കിന് തടസ്സമാകുന്ന ചണ്ടി, കുളവാഴ, കരിവാലി എന്നിവ നീക്കം ചെയ്യുക, പമ്പിംഗ് സബ്സിഡി വിതരണം ചെയ്യുക, കുമ്മായം കൃഷി ഇറക്കുന്നതിന് മുമ്പ് വിതരണം ചെയ്യുക, റെഗുലേറ്ററുകളുടെ പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങളാണ് ചർച്ചയിൽ ഉന്നയിച്ചത്. കർഷകരുടെ ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവ അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. രാജ്യം വെള്ളിയാഴ്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങുമ്പോൾ വിപണിയിൽ പ്രതീക്ഷയോടെ ചെറുകിട വ്യാപാരികൾ. വ്യാപാര സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, സ്കൂൾ, വിവിധ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലെല്ലാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ വിപുലമായി ആഘോഷിക്കും. ഇതിനായി തുണികൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, കൊടികൾ, തൊപ്പികൾ, ബാഡ്ജ് എന്നിവ ഒരുക്കിയാണ് ഈ വർഷം കടകളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരുങ്ങുന്നത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി വള, മാല, ഹെയർ ബാൻഡ്, ബൺ എന്നിവയും കടകളിൽ ഒരുക്കിയിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള ത്രിവർണ്ണ പതാക, ബലൂൺ, ഡെക്കറേഷൻ പേപ്പർ എന്നിവയും വിപണിയിലുണ്ട്. സ്കൂൾ പരിസരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വിപണി ഉണരുമെന്ന പ്രതീക്ഷയിലാണെങ്കിലും കാലാവസ്ഥ അനുകൂലമാകണമെന്ന പ്രാർത്ഥനയിലാണ് ചെറുകിട കച്ചവടക്കാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവർ നയിക്കുന്ന പ്രക്ഷോഭത്തിൽ
നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധം തടയാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ചു. പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ പ്രവർത്തകർ പ്രതിഷേധവുമായി സ്ഥലത്ത് തുടർന്നു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്നും നിന്നും പ്രതിഷേധിച്ചു. കമ്മീഷണർ ഓഫീസിനു ചുറ്റും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം പോലീസും BJP പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ BJPയുടെ ജില്ലാ നേതാക്കളടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ നേതാക്കൾ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലും മൗനം തുടർന്ന് കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി. ഇത്രയും സഹായിച്ചതിന് നന്ദി എന്നായിരുന്നു തൃശൂരിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൽ രാവിലെ 9:30ഓടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണമാണ് BJP പ്രവർത്തകർ നൽകിയത്. വോട്ട് ക്രമക്കേടും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമടക്കമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു മറുപടി. ഇത്രയും സഹായിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദിയെന്നും സുരേഷ് ഗോപിയുടെ പരിഹാസം. തുടർന്ന് CPIM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലെ സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ ആശുപത്രിയിലെത്തി കണ്ടു. പിന്നാലെ ക്യാമ്പ് ഓഫീസിലേക്കും മന്ത്രി എത്തി. അല്പസമയത്തിനു ശേഷം കൊച്ചിയിലേക്ക്. CPIM കരിയോയിൽ ഒളിച്ച ക്യാമ്പ് ഓഫീസിലെ ബോർഡിൽ BJP പ്രവർത്തകർ പൂമാലയിടുകയും ചെയ്തു. ചാവക്കാട് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിന്റെ പിന്നാമ്പുറം ദുരാവസ്ഥ, അടിയന്തരമായി ഇടപെടുക SDPI. ചാവക്കാട് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പിറകുവശത്ത് ശുചിത്വരഹിതമായ ഭീകരാവസ്ഥ നിലനിൽക്കുന്നെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കൊതുകുകൾ മുട്ടയിട്ട് മലിനീകരിച്ച പ്രദേശം രോഗികൾക്ക് വലിയ ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. സെപ്റ്റിക് ടാങ്കും വാട്ടർ ടാങ്കും ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതോടെ ദുർഗന്ധം അസഹ്യമായി. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ SDPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുസമ്മിൽ, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, ബീച്ച് ബ്രാഞ്ച് ഭാരവാഹി ദിൽഷാദ് എന്നിവർ സന്ദർശിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി അടിയന്തരമായി ഇടപെടണമെന്നും പരിഹാരം ഉടൻ സാധ്യമാക്കണമെന്നും ഇല്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് SDPI നേതൃത്വം നൽകുമെന്നും അവർ ആവശ്യപ്പെട്ടു. ഓണം ഗംഭീരമാക്കാൻ എടപ്പാളിൽ ഹരിതോത്സവം നടക്കും. എടപ്പാളിലെ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കൃഷിവകുപ്പും ചേർന്ന് 5 ദിവസം നീളുന്ന ഹരിതോത്സവം നടത്തുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ എടപ്പാളിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് വൈകിട്ട് 3-ന് എടപ്പാളിൽ നിന്ന് വാദ്യഘോഷങ്ങളും നാടൻ കലകളും ഓണക്കാഴ്ചകളും അടങ്ങുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന പരിപാടി കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കാർഷിക പ്രദർശനം, വിപണനമേള, സെമിനാറുകൾ, ജില്ലാ കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റ്, അഗ്രി ക്ലിനിക്കുകൾ, സാംസ്കാരിക കലാസന്ധ്യ തുടങ്ങിയ പരിപാടികൾ നടക്കും. 45 സ്റ്റാളുകളും മേളയിൽ ഉണ്ടാകും. കർഷകർ, കാർഷിക സമിതികൾ, സന്നദ്ധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ, വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കാർഷിക രംഗത്തെ നൂതന കാഴ്ചപ്പാടുകൾ, കണ്ടെത്തലുകൾ എന്നിവ പരിചയപ്പെടുത്തുന്ന വിദഗ്ധരുടെ ക്ലാസുകളാണ് സെമിനാറുകളിൽ നടക്കുക. 28-ന് രാത്രി പന്തിരുകുലത്തിന്റെ നാടൻ പാട്ട്, 29-ന് കൃഷിവകുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാരുടെ കലാവിരുന്ന് എന്നിവ നടക്കും. 30-ന് കുടുംബശ്രീ അങ്കണവാടി കലോത്സവം, 31-ന് ശിവജി ഗുരുവായൂരിന്റെ നാടകം എന്നിവ നടക്കും. സെപ്റ്റംബർ 1-ന് 3-ന് സമാപനമേളത്തിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. പരിപാടിയുടെ വിജയത്തിനായി സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. പത്രസമ്മേളനത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV വിജീഷ്, എടപ്പാൾ കൃഷി ഓഫീസർ MP സുരേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. ചാലിശ്ശേരി കവുക്കോട് MMM LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലൈബ്രറിയിലേക്ക് 1000 പുസ്തകങ്ങൾ ശേഖരിക്കുന്ന മഹത്തായ പദ്ധതിക്ക് തുടക്കമായി. സംസ്കൃത പണ്ഡിതനും ഗവൺമെന്റ് IISc സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, ഫിറോസ് അബ്ദുൾ ലത്തീഫ് നൽകിയ 50 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. MTA വൈസ് പ്രസിഡന്റ് അനാർ സുഷിത അധ്യക്ഷയായി. സ്കൂളിന്റെ ലൈബ്രറി നമ്മുടെ പദ്ധതിയുടെ ഭാഗമായി 8 മാസത്തിനുള്ളിൽ 1000 പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യം. ഇതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ ജന്മദിനത്തിൽ ലൈബ്രറിക്ക് ഒരു പുസ്തകം സംഭാവന ചെയ്യുന്ന പരിപാടിയും വിജയകരമായി തുടരുന്നുണ്ട്. 2024-25 അക്കാദമിക് വർഷത്തിൽ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനിൽ പാലക്കാട് ജില്ലയിലെ മികച്ച ഹരിത വിദ്യാലയമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്കൂളിനെ ആദരിച്ചിട്ടുണ്ട്. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ബാബു നാസർ, അധ്യാപകരായ നീനു പോൾ K, ഷമീറ M, KT അബ്ദുൾ അസീസ്, ഇജാസ് K എന്നിവർ പങ്കെടുത്തു.